വീണ്ടും സ്ത്രീവിരുദ്ധ പരാമർശവുമായി സമസ്ത നേതാവ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ പരീക്ഷാ ബോർഡ് ചെയർമാൻ അബ്ദുള്ള മുസ്ലിയാറാണ് വിവാദ പരാമർശം നടത്തിയത്. സ്ത്രീകൾക്ക് പുരുഷന്റെ സ്വത്ത് നൽകേണ്ട കാര്യമില്ല, അവരുടെ ആജീവനാന്ത ചെലവ് വഹിക്കുന്നത് പുരുഷനാണ്, എന്നിട്ടും സ്വത്തിന്റെ പാതി അവർക്ക് നൽകുന്നത് മഹത്തരമായ കാര്യമാണെന്നായിരുന്നു വാക്കുകൾ. സ്വത്തവകാശത്തിൽ പകുതി ഉണ്ടല്ലോ, പുരുഷൻ്റെ പകുതി ഉണ്ടല്ലോ. അപ്പോൾ എത്രമാത്രം അവരെ ഇസ്ലാം ആദരിച്ചു. അവർക്കൊരു ചെലവുമില്ല. അവരുടെ ആജീവനാന്ത ചെലവ്, ഒരു വിവാഹത്തോടുകൂടെ ആജീവനാന്ത ചെലവ് ഏറ്റെടുക്കുന്നത് പുരുഷനാണ്. എന്നിട്ടും സ്വത്തിൻ്റെ പകുതി അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എത്രമാത്രം അവരെ ബഹുമാനിച്ചിട്ടുണ്ട്. അനഘ ഹർഷൻ ചേർന്ന വിവരങ്ങളുമായി. അനഘ, ഈ പുരോഗമന കാലത്തും വളരെ വിവാദമായൊരു പരാമർശം, എന്താണ് പറയുന്നത് അദ്ദേഹം? വീണ, നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും തുല്യതയ്ക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിക്കുന്ന പുരോഗമന സമൂഹം എന്ന ആർജവത്തോടെ പറയുന്ന ഈ സമൂഹത്തിൽ ഇരുന്നു കൊണ്ടാണ് സമസ്ത തന്നെ അവരുടെ വീണ്ടും ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് ഒരു സ്ത്രീ അവർ വിവാഹം കഴിച്ചാൽ പിന്നെ എന്താണ് സ്ത്രീക്ക് ചിലവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരു സ്ത്രീയുടെ വിവാഹത്തോടെ അവരുടെ എല്ലാ കാര്യവും പുരുഷന്മാരാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് സ്വത്തിന്റെ ഒരു അവകാശവും ആവശ്യമില്ല. എങ്കിൽ പോലും ചെറിയൊരു ഭാഗം സ്ത്രീക്ക് പുരുഷന്റെ സ്വത്തിൽ നിന്ന് നൽകുന്നുണ്ട്. അത് തന്നെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ് എന്ന് പറയുകയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇത് പറഞ്ഞിരിക്കുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ചെയർമാനായിട്ടുള്ള അബ്ദുള്ള മുസ്ലിയാറാണ്. ഇന്ന് വാർത്താ സമ്മേളനത്തിനിടയിൽ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി തന്നെ ശരിക്കും യഥാർത്ഥത്തിൽ സ്ത്രീക്ക് ഇങ്ങനെ ഒരു, അതായത് പുരുഷന്റെ സ്വത്തിൽ ഒരു പകുതി അല്ലെങ്കിൽ ആ ഇത് കൊടുക്കുന്നത് പോലും വലിയ ഔദാര്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കൊടുക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല എന്നുകൂടിയാണ് സമസ്തയുടെ നേതാവ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ത്രീക്ക് ഈ കാലഘട്ടത്തിൽ പോലും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ നിൽക്കുന്ന, അതിനുവേണ്ടി പോരാടുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ത്രീയെ അരികുവൽക്കരിച്ചുകൊണ്ട് അവളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാ കാലത്തും സമസ്തയുടെ ഒരു നിലപാട് സ്ത്രീവിരുദ്ധ നിലപാടുകളായിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പരസ്യമായി ഒരു വേദിയിൽ എത്തിയതിനെ പോലും അതിരൂക്ഷമായി വിമർശിച്ച് അതൊരു പെൺകുട്ടി ആയതിന്റെ പേരിൽ മാത്രമായിരുന്നു അന്ന് സമസ്ത അവളെ മാറ്റി നിർത്തിയത്. അങ്ങനെ നിരന്തരം സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെതിരെയൊന്നും വലിയ രീതിയിലുള്ള നവോത്ഥാനം പ്രസംഗിക്കുന്ന ഈ സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് നവോത്ഥാനം പ്രസംഗിക്കുന്ന ആരും തന്നെ ഇത്തരത്തിൽ സമസ്തയുടെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ ഒരു വരി പോലും പറയുന്നത് നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സമസ്ത നിരന്തരം ഇത്തരത്തിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ഉന്നയിക്കുന്നത്. ഇപ്പോഴും കൃത്യമായി തന്നെ ഒരു വിവാഹം, ആ വിവാഹത്തിൽ സ്ത്രീയുടെ എല്ലാ കാര്യവും നോക്കുന്നത് പുരുഷനാണ്. പിന്നെ എന്തിനാണ് അവൾക്ക് സ്വത്ത് നൽകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് എല്ലാ കാലത്തും പുരുഷന് പുറകിൽ നിൽക്കേണ്ടതാണ്, സ്ത്രീ എപ്പോഴും പുരുഷന് അടിമയാണ് എന്നതടക്കമുള്ള പ്രാചീന ചിന്താഗതിയിൽ നിന്നും മാറാത്തൊരു വിഭാഗം ഇപ്പോഴും ഉണ്ട് എന്ന് കൂടിയാണ് നമുക്ക് ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാകുന്നത്. എന്തായാലും കൃത്യമായി തന്നെ ഈ മുസ്ലിം മത നിയമപ്രകാരം കൃത്യമായി തന്നെ ഈ പുരുഷന്റെ സ്വത്തിൽ സ്ത്രീകൾക്ക് പൂർണ്ണമായ അവകാശം അല്ലെങ്കിൽ തുല്യമായ അവകാശം നൽകുന്നില്ല. അതിനോട് പൂർണ്ണമായും യോജിക്കുക തന്നെയാണ് സമസ്ത എല്ലാ കാലത്തും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, അതിലൊരു തെറ്റ് പോലും തങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് കൂടി സമസ്തയുടെ ഇന്നത്തെ ആ നിലപാടിലൂടെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഈ സ്ത്രീ എല്ലാ കാലത്തും പുരുഷന് പുറകിൽ നിൽക്കേണ്ടവളാണ് എന്ന നിലപാട് സമസ്ത ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് എന്ന് നടത്തിയ പരാമർശത്തിലൂടെ. ഓക്കെ, ശരിയാണ്.